എനിക്കും എൻ്റെ പിതാവിനും കച്ചവടം പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. 2000-ന് ശേഷമുള്ള മന്ത്രിസഭകളിലെല്ലാം അംഗമായിരുന്ന ഒരാൾക്ക് സാധാരണ നമ്മൾ പൊതുപ്രവർത്തകരെയൊക്കെ കുറിച്ച് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, കടമൊക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് പലരും അത്ഭുതത്തോടെയാണ് കേട്ടതും കണ്ടതും. നമ്മളെ ഏൽപ്പിച്ച പദവികൾ എന്ന് പറയുന്നത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് വ്യക്തിപരമായി നമ്മളെ തന്നെ പരിപോഷിപ്പിക്കാനുള്ളതല്ല. അത് ഞാൻ എല്ലാ കാലത്തും ശ്രദ്ധിച്ചത്. എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത് എൻ്റെ പിതാവ് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോകുമ്പോഴും ഞങ്ങളുടെ വീട് കടത്തിൽ തന്നെയായിരുന്നു. അന്നും ഇതുപോലെ പാർട്ടി ഇടപെട്ടിട്ടാണ് അതൊക്കെ പുറത്തെടുത്ത് തന്നത്. ഞാൻ വേറൊരു വീട്, ഒരു 8 സെൻറ്റ് സ്ഥലത്ത് ഒരു കൊച്ചു വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നീട് അത് ഈ വീട്ടിലേക്ക് മാറണമെന്ന് എൻ്റെ സഹോദരിമാരൊക്കെ പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അത് വളരെ ഒരു കുറേ കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള തുകയില്ലാത്തത് കൊണ്ടാണ് ഞാൻ മറ്റേ വീട് വിറ്റു, ഒരു ലോൺ അതിൽ വീട്ടി ഇതിന് ഉള്ള സംഖ്യ കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ ഒരു ആശുപത്രി നടത്തുന്ന ഒരു പബ്ലിക്കേഷൻ ഹൗസുണ്ട്. പക്ഷേ കച്ചവടം എനിക്കും എൻ്റെ പിതാവിനും കച്ചവടം പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ.